ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ ഫ്രൂട്ടി. കൂടുതലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഫ്രൂട്ടി, ബോട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. അത് ഒരു പച്ചമാങ്ങ, 3 പഴുത്ത മാങ്ങ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അത് വേവിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മാങ്ങ ഇടുന്ന ഞാൻ പുളി ഇല്ലതായതുകൊണ്ട് ഒരു പച്ചമാങ്ങക്ക് 3 പഴുത്ത മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു 10 മിനിറ്റ് വേവുന്ന വരെ, 10 മിനിറ്റ് എന്നുള്ള കണക്കല്ല, നമുക്ക് മാങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അപ്പോൾ വെന്തതിന് ശേഷം ഞാൻ 1 കപ്പ്, കുറച്ച് വലിയ കപ്പാണ്, അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, കാരണം നിങ്ങളെ മാങ്ങയുടെ പുളിയും മധുരവും അനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒരു 5 മിനിറ്റ്, ടോട്ടൽ ഒരു 15 മിനിറ്റ് മതിയാവും. എനിക്ക് മതിയായിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമാങ്ങയും 3 പഴുത്ത മാങ്ങ എടുത്തുകൊണ്ട് എനിക്ക് 15 മിനിറ്റ് മതിയായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആറിയിട്ട് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തുള്ള മാങ്ങ എന്ന് പറഞ്ഞാൽ ഗോമാങ്ങയാണ്. അതുകൊണ്ട് അതിൽ നാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അരിച്ചൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇത് നാരുള്ള നിങ്ങൾ ചെയ്യുന്ന മാങ്ങ നാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇല്ലേ. ഈ രീതിയിൽ നല്ല തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ താഴെ മറിഞ്ഞേനെ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഈ പാത്രത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനാവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം, തണുത്ത വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തിക്നെസ്സിൻ്റെ അളവനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ഇതിപ്പോൾ തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ടിയുടെ ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ആ രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അരിച്ചെടുക്കാം. അതിൻ്റെ മധുരവും പിന്നെ തിക്നെസ്സും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചമാങ്ങ ഗോമാങ്ങ അവിടെ നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 മാങ്ങ കറക്റ്റാണ്. പച്ചമാങ്ങക്ക് പുളി ഇച്ചിരി കുറവാണെങ്കിൽ നിങ്ങൾ പച്ചമാങ്ങക്ക് 2 പഴുത്ത മാങ്ങ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ അടിപൊളി ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റും അതേപോലെ നമ്മൾ കാണാനും കഴിക്കാനും ഒക്കെ അതേ രീതിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും, പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെക്കും ടേക്ക് കെയർ.